أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. انطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ വ്രതം 952 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 77, 78 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൻതലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയ استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا صدق الله العلي. സൂറത്തുൽ കഹ്ഫിലെ 77, 78 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമുമായി സന്ധിച്ചതിന് ശേഷം അവര് ഒരു യാത്ര പോവുകയും ആ യാത്രക്കിടയിൽ അവര് അഭിമുഖീകരിച്ച ചില അസാധാരണമായ സാഹചര്യങ്ങളുമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടു വരുന്നത്. 2 സംഭവങ്ങൾ ഇതിനകം നമ്മൾ കാണുകയുണ്ടായി. യാതൊരു കാര്യത്തിനും എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള വിധത്തിലൊരു ചോദ്യവും ചോദിക്കരുത് എന്ന നിബന്ധനയോട് കൂടിയാണ് മൂസ അലൈഹിസ്സലാമിനെ സഹയാത്ര ചെയ്യാൻ വേണ്ടി ഖിദ്ർ അലൈഹിസ്സലാം കൂടെ കൂട്ടുകയുണ്ടായത്. എന്നാൽ മൂസ അലൈഹിസ്സലാമിനെ അക്ഷമനാക്കി മാറ്റിയ 1-2 സംഗതികൾ ഇതിനകം ഉണ്ടായി. മൂസ അലൈഹിസ്സലാം ക്ഷമകെട്ടവനായിക്കൊണ്ട് അത് സംബന്ധമായിട്ട് ഖിദ്ർ അലൈഹിസ്സലാമിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തത്, അവര് ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നപ്പോ ഖിദ്ർ അലൈഹിസ്സലാം അതിനൊരു ദ്വാരമുണ്ടാക്കി കളഞ്ഞു. അത് കപ്പലിലെ യാത്രികരെ മുഴുവനും അപകടപ്പെടുത്തുന്ന ഒരു സംഗതിയായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുകയുണ്ടായത്. രണ്ടാമത്തത്, അവര് യാത്രക്കിടയിൽ ഒരു കൗമാരക്കാരനായ ഒരു ബാലനെ കാണാനിടയായപ്പോ ഖിദ്ർ അലൈഹിസ്സലാം അവനെ കൊന്നുകളഞ്ഞു. ആ കാര്യവും വളരെ കുറ്റകരമായ ഒരു പാതകമായിട്ടാണ് മൂസ അലൈഹിസ്സലാമിന് അനുഭവപ്പെടുന്നത്. നിഷ്കളങ്കനായ ഒരു ബാലൻ ആരെയെങ്കിലും വധിക്കുകയോ
അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ ഒന്നും പേരിലല്ല, അല്ലാതെ തന്നെ അവനെ കൊന്നുകളഞ്ഞത് ഒരു ന്യായീകരണവും അർഹിക്കാത്ത ഒരു സംഗതിയാണ് എന്ന നിലക്കാണ് മൂസ അലൈഹിസ്സലാം ഖിളർ അലൈഹിസ്സലാമിനോട് പ്രകോപിതമായിട്ട് സംസാരിക്കുന്നത്. അതിനെ തുടർന്നാണ്, ഇനി ഏതായാലും താങ്കളോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കാതെ വരികയാണെങ്കിൽ ഇനിയും ഞാൻ നമ്മുടെ ഉപാധി ലംഘിച്ചുകൊണ്ട് വല്ലതും പറയുകയാണെങ്കിൽ പിന്നെ എന്നെ തുടർന്ന് സഹയാത്രികനായിട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് മൂസ അലൈഹിസ്സലാം ക്ഷമാപണ സ്വരത്തില് ഖിളർ അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ അതിനെ തുടർന്ന് കാണുകയുണ്ടായത്. അതിനുശേഷം എന്തുണ്ടായി എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഫന്തലഖ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തി. അങ്ങനെ അവരിരുവരും വീണ്ടും യാത്ര തുടർന്നു. ഫന്തലഖ, അവരിരുവരുമായിട്ട് യാത്ര തുടർന്നു, യാത്ര മുന്നോട്ട് പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തി. അങ്ങനെ അവര് ഒരു പട്ടണത്തിലെ ആളുകളുടെ അടുക്കലെത്തി. ഒരു ഖറിയയിലെ ആളുകളുടെ അടുക്കൽ എത്തുവോളം ആ യാത്ര തുടർന്നു. അങ്ങനെ ആ ഖറിയയിലെത്തിയപ്പോ, ഒരു പട്ടണത്തിലെത്തിയപ്പോ അവരിരുവരും ഇസ്തതഅമ അഹ്ലഹ, ആ പട്ടണവാസികളോട് അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. ഇസ്തതഅമ, ത്വാം ആവശ്യപ്പെട്ടു, ഭക്ഷണം ആവശ്യപ്പെട്ടു. അഹ്ലഹ, പട്ടണത്തിലെ ആളുകളോടായിട്ട്. ഫഅബൗ അൻ യുളയ്യിഫൂഹുമ, എന്നാൽ അവർക്ക് ആതിഥ്യം അരുളാനൊന്നും ആ നാട്ടുകാര്, ആ പട്ടണവാസികൾ കൂട്ടാക്കിയില്ല. ഫഅബൗ, അവര് വിസമ്മതിച്ചു, കൂട്ടാക്കാതിരുന്നു. അൻ യുളയ്യിഫൂഹുമ, അവരിരുവരെയും ലൈഫുകളായിട്ട് സ്വീകരിക്കാൻ. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥി, അതിഥികളായിട്ട് സ്വീകരിച്ച് അവർക്ക് ആതിഥേയത്വം നൽകാൻ ആ നാട്ടുകാര്, ആ പട്ടണവാസികള് സന്നദ്ധരായില്ല. അതിനെ തുടർന്ന് ഫവജദ ഫീഹ ജിദാറ, ആ പട്ടണത്തില് അവരിരുവരും ഒരു ഭിത്തി കാണുകയുണ്ടായി, ഒരു ജിദാർ, ഒരു മതിൽക്കെട്ട് കാണുകയുണ്ടായി. അത് യുരീദു അൻ യൻഖല്ല, അത് വീഴാനായി നിൽക്കുന്ന അവസ്ഥയിലാണ്. മതിൽക്കെട്ട് ഏതു നേരം വേണമെങ്കിലും തകർന്നു വീഴാം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന വിധത്തിലായിരുന്നു. ഫഅഖാമഹു, അങ്ങനെ ഖിളർ അലൈഹിസ്സലാം അത് നേരെയാക്കി വെച്ചു. അതിലെ അടുക്കി വെച്ചിരുന്ന ഇഷ്ടികകളോ കല്ലുകളോ ഒക്കെ എടുത്ത് പുനഃക്രമീകരിച്ച് അത് താഴേക്ക് വീണു പോകാത്ത വിധത്തില് അതിനെ ഭദ്രമായി പുനർനിർമ്മിച്ചു, അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അതിനെ നേരെയാക്കി ശരിപ്പെടുത്തി വെച്ചു. അപ്പോ മൂസ അലൈഹി സ്വലാം ഇത് നോക്കി കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കാല, അദ്ദേഹത്തിന്റെ പ്രതികരണം തീരെ പ്രതീക്ഷിക്കാതെ, അല്ലെ ഓർക്കാതെ തന്നെ പറഞ്ഞു പോയൊരു കാര്യം, ലൗ ശിഅ്ത ലത്തഖൽത അലൈഹി അജ്റ, താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിന് അവരോട് കൂലി വാങ്ങിക്കാമായിരുന്നല്ലോ എന്നാണ്. ഈ ചെയ്ത പ്രയത്നത്തിന്, താങ്കളുടെ അധ്വാനത്തിന് ഈ നാട്ടുകാരോട് കൂലി വാങ്ങിക്കാമായിരുന്നു എന്നാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് വേതനമൊന്നും വാങ്ങിക്കാതെ, കൂലി വാങ്ങിക്കാതെ ഇങ്ങനെ ഒരു ജോലി ചെയ്തു കൊടുത്തത്? മര്യാദ ഇല്ലാത്ത കൂട്ടരല്ലേ ഇവര്? ഭക്ഷണം ചോദിച്ചപ്പോ കൊടുത്തില്ല, അവർക്ക് ആതിഥ്യം അരുളുകയും ഉണ്ടായില്ല. അങ്ങനെയുള്ള മര്യാദ ഇല്ലാത്ത ഒരു സമൂഹം. അത് നല്ല മനുഷ്യരായിരുന്നെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക.
രണ്ട് യാത്രികർ അവരുടെ അടുക്കൽ എത്തിയിട്ട് അവർക്ക് തങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് ആ നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആ നാട്ടുകാർ ആ ഉത്തരവാദിത്തം ഒന്നും നിർവഹിച്ചിട്ടില്ല എന്നല്ല, അവര് അതിന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ആ നാട്ടുകാർക്കാണ് അവരുടെ ആ പട്ടണത്തില് ഒരു ഭിത്തി തകരാനിരിക്കുന്ന, അത് നിലംപൊത്താനിരിക്കുന്ന വിധത്തിലുണ്ടായിരുന്നതിനെ ഖിളർ അലൈഹിസ്സലാം അതിന് നേരെയാക്കി ശരിപ്പെടുത്തി വെച്ചു എന്ന്. അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും ചോദിക്കുകയോ അവരോട് എന്തെങ്കിലും നിലക്ക് അതിന് പ്രതിഫലം ആവശ്യപ്പെടുകയൊന്നും ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ശരിയല്ലാത്തൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ അവരെ സേവിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാട്ടുകാർ ഒന്നാമത് മര്യാദ ഇല്ലാത്തവരാണ്. രണ്ടാമത് ഇങ്ങനെ ഒരു ജോലി ചെയ്തിട്ട് അതിന് കൂലി ചോദിച്ചു വാങ്ങുക എന്നത് ഇവരുടെ അർഹതയാണല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് വെറുതെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നും ഇവരുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ നിരീക്ഷണം. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അങ്ങനെയാണ് ഖിളർ അലൈഹിസ്സലാമിന്റെ പ്രവർത്തനത്തെ നോക്കി കണ്ടുകൊണ്ട് പറയുണ്ടായത്. താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ, ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ചെയ്ത അധ്വാനത്തിന് അവരോട് പ്രതിഫലം വാങ്ങിക്കാമായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അപ്പോൾ ഖിളർ അലൈഹി ഇസ്ലാമിന്റെ മറുപടി, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, നമ്മൾ തമ്മിലുള്ള ഈ സഹയാത്ര അവസാനിച്ചു കഴിഞ്ഞു, നമുക്ക് പിരിയാറായി. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഈ സഹയാത്ര എന്ന നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന സംഗതി അവസാനിപ്പിച്ച് നമുക്ക് പിരിയാറായി എന്നാണ് ഖിളർ അലൈഹിസ്സലാം മൂസ അലൈഹി ഇസ്ലാമിനോട് പ്രതികരിക്കുന്നത്. ഈ സംഭവത്തോടുകൂടി, ഈ അനവസരത്തിലുള്ള ഈ പ്രതികരണത്തോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിന് ഖിളർ അലൈഹി ഇസ്ലാമിനോടൊപ്പം യാത്ര ചെയ്യാനുള്ള അനുമതി അവസാനിച്ചു കഴിഞ്ഞു. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക. ഫിറാഖ് എന്ന് പറഞ്ഞാൽ വേർപിരിയൽ എന്നാണ് അർത്ഥം. നമുക്കിടയിൽ വേർപിരിയലാണ് ഈ സംഭവം. ഇതോടെ നമുക്കിടയിൽ വേർപിരിയലായി എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ. ചില കാര്യങ്ങള് ഞാൻ നിർവഹിച്ചപ്പോ താങ്കൾക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല. അക്കാര്യങ്ങളിലുള്ള വിശദീകരണം ഞാൻ താങ്കൾക്ക് നൽകാം. ഏതായാലും വേർപിരിയാണ്, നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര അവസാനിച്ചിരിക്കുന്നു. നമ്മൾ രണ്ടു വഴിക്ക് പോകാമെന്ന് വെക്കുകയാണ്. നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര കഴിഞ്ഞു, ഫിറാഖായി കഴിഞ്ഞു. അതിനാൽ ഏതൊക്കെ വിഷയങ്ങളിലാണോ താങ്കൾ ക്ഷമിച്ചിരിക്കാൻ പറ്റാതിരുന്നത് താങ്കൾക്ക്, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ഞാൻ ഏതായാലും നമ്മൾ പിരിയുന്നതിന് മുമ്പായിട്ട് തന്നേക്കാം. ഇതാണ് ഖിളർ അലൈഹി ഇസ്ലാം പറയുന്നത്. എന്നിട്ട് തുടർന്ന് ഏതാനും ആയത്തുകളിലായിട്ട് ആ കാര്യം, ഈ മൂന്ന് സംഭവങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മൂന്ന് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നൽകുകയാണ് ഖിളർ അലൈഹിസ്സലാം. അതിനെ തുടർന്ന് നമുക്ക് പിരിയാൻ നേരമായി. മൂന്ന് കാര്യങ്ങളില് നമ്മുടെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് താങ്കൾ എന്നോട് അക്ഷമനായിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ആ വിഷയങ്ങളിൽ ഏതായാലും വിശദീകരണം നൽകിക്കൊണ്ട് നമുക്ക് പിരിയാം. അങ്ങനെ ഞാൻ താങ്കളുമായുള്ള ഒരുമിച്ചുള്ള യാത്ര അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഖിളർ അലൈഹിസ്സലാം തുടർന്ന് മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്.
ഇതിനെ തുടർന്ന് ഈ 3 സംഭവങ്ങൾക്കുള്ള വിശദീകരണമാണ്. അത് ഏകദേശം ഒരുമിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ട് ഒരു 4-5 ആയത്തുകൾ വരുന്നുണ്ട്. 79, 80, 81, 82 വരെയുള്ള ആയത്തുകൾ ഈ വിശദീകരണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നമുക്ക് ഈ ആയത്തുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പാഠങ്ങൾ നമുക്ക് ആർജിക്കാനുണ്ട്. അതും ആ വിശദീകരണത്തോടൊപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി അടുത്ത ദിവസം ശ്രമിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് മുഴുവനായിട്ടും വിശദീകരിക്കലും ആ ആയത്തുകൾ പഠന വിധേയമാക്കലും ഇപ്പോ സമയപരിമിതി കാരണമായിട്ട് സാധിച്ചൊന്നുമില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠന വിധേയമാക്കാം. ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. 1ാമത്തേത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. അത് അഹ്ലുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ വിശ്വാസപാത പിൻപറ്റിയ ഒരു സംഘം യുവാക്കളുടെ ജീവിതാനുഭവമാണ് അവിടെ വിവരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് അവര് ജീവനും വിശ്വാസവും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം തേടിയ സംഭവമാണ് അവിടെ വിവരിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് 2ാമത്തെ സംഭവം ഇവിടെ മൂസ അലൈഹിസ്ലാമും ഖിദർ അലൈഹിസ്ലാമും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുള്ള മൂസ അലൈഹിസ്ലാം പ്രത്യേകമായ വിധത്തില് ദൈവികമായ മേൽനോട്ടത്തിൽ ഒരു സുപ്രധാനമായ കാര്യം പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. 3ാമത്തെ ഒരു വിഷയം കൂടി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതായിട്ട് സൂറത്തുൽ കഹ്ഫില് പിന്നീട് വരുന്നുണ്ട്. അത് ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണമാണ്. ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യം നിർവഹിച്ച ചില അടയാളപ്പെടുത്തലുകളൊക്കെ ഭൂമുഖത്ത് അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി ആണ് ദുൽഖർനൈൻ. കൃത്യമായി നമുക്ക് ആര് ഏത് കാലഘട്ടത്തില് എന്നൊന്നും ഖുർആനിലെ സൂചനകൾ വെച്ചുകൊണ്ട് നിർണയിക്കാൻ സാധിക്കില്ലെങ്കിലും ചരിത്രപരമായി ചില അടയാളപ്പെടുത്തലുകൾ അവശേഷിക്കുന്ന വിധത്തിലാണ് ദുൽഖർനൈൻ നിർവഹിച്ച ചില കാര്യങ്ങള്, ചില ദൗത്യങ്ങള് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഈ 3ാമത്തെ സംഗതി ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അത് വിശേഷിച്ച് ഈ ആഖിർ സമാൻ എന്ന് പൊതുവെ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് വളരെ വലിയ പ്രാധാന്യമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെള്ളിയാഴ്ചകളിലുമായിട്ട് അവര് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത്, അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു തദ്കിറത്തായിട്ട് എങ്ങനെ നിലകൊള്ളുന്നു, എങ്ങനെ വർത്തിക്കുന്നു എന്നത് നമുക്ക് ആ സംഭവങ്ങൾ കൂടി പഠന വിധേയമാക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സൂറത്തുൽ കഹ്ഫില് പരാമർശിക്കപ്പെടുന്ന സംഭവങ്ങളെ വളരെ സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ണും കാതും തുറന്നവരായിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഈ സൂറത്ത് ആഴ്ചതോറുമുള്ള ഒരു തദ്കിറത്തായിട്ട്, ഒരു ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവുമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വർത്തിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇൻഷാ അല്ലാഹ് ഈ മൂസ ഖിദർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.